ഈ കോൺഗ്രസ്സുകാരുടെ കാര്യം വലിയ രസമുള്ളതാണ്. അവർക്ക് പണ്ട് പരമശിവൻ പാർവതിയോട് പറഞ്ഞതുപോലെയാണ്, കൊടുത്താലും ഇരിക്കില്ല. അല്ലെങ്കിൽ പിന്നെ ഇത്രയും ഭംഗിയായി ഇത്രയും സീറ്റ് കയ്യിൽ കൊടുത്തിട്ടും ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ ഇവർക്ക് ഇതുവരെ സാധിക്കുന്നില്ല. പറഞ്ഞത് എംപിമാര് മത്സരിക്കേണ്ട ആവശ്യമില്ല. അതാരാ പറഞ്ഞത്? കെ സി വേണുഗോപാൽ ഉൾപ്പെട്ട ഹൈക്കമാൻഡാണ് ആ വിഷയം പറഞ്ഞത്. സുധാകരന്റെ പിന്തുണ ഉൾപ്പെടെ കെ സി വേണുഗോപാലാണ്. സുധാകരന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഞങ്ങൾക്കൊരു രാഷ്ട്രീയ താല്പര്യമില്ല. ചരിത്രത്തിൽ 49 വർഷമായിട്ട് തളിപ്പറമ്പിൽ CPM ഒരു MLA ഇല്ലാത്ത കാലഘട്ടം വന്നിട്ടുണ്ട് എങ്കിൽ കെ സി വേണുഗോപാലിന് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഇരിക്കൂറിലെ UDF പ്രവർത്തകരെ വെല്ലുവിളിച്ചുകൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി ഉത്തരേന്ത്യൻ രാഷ്ട്രീയം ഇരിക്കൂറിന്റെ മണ്ണിൽ പാറ്റാൻ തന്റെ ഇടമുണ്ടെങ്കിൽ ഞങ്ങളും വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ UDFകാരാണ്, പാർട്ടി വക്താക്കളാണ്, മെമ്പർമാരാണ്, ഔദ്യോഗിക ഭാരവാഹിത്തിലുള്ള ആൾക്കാർ വരെയുണ്ട്. ഞങ്ങളും വെല്ലുവിളിക്കുന്നു. കെ സി വേണുഗോപാലിന്റെ എന്നല്ല, MP സ്ഥാനം രാജിവെച്ചിട്ട് ജനാധിപത്യത്തെ വെല്ലുവിളിക്കാൻ താല്പര്യപ്പെടുന്ന ഏത് MP ആവട്ടെ, ആരുമാവട്ടെ, അവരെ തോപ്പിച്ചിട്ട് കെ സിയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം ഇരിക്കൂറിന് കൊടുക്കും. ഇവർക്ക് വോട്ട് ചെയ്ത ജനത്തിന്റെ വികാരമാണത്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ. ഇവരൊന്നും പാർട്ടിക്കാരല്ല, ഒരു പാർട്ടിയുടെയും വക്താക്കളല്ല. രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന, രാഷ്ട്രീയം വിശകലനം ചെയ്യുന്ന ചെറുപ്പക്കാരാണ്. അവരുടെ വികാരമാണ് അവർ പ്രകടിപ്പിച്ചത്. ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഒരു തീരുമാനത്തിലെത്താൻ കഴിയാത്തത് വളരെ കഷ്ടമാണ്. ഇത് കാരണവന്മാരുടെ ശാപം തന്നെയാണ്. 7 തലമുറ കഴിയാതെ ഇത് തീരില്ല. PT ചാക്കോയിൽ നിന്ന് തുടങ്ങി K കരുണാകരനിലൂടെ ഉമ്മൻചാണ്ടിയിൽ വരെ എത്തി നിൽക്കുന്ന ചതിപ്രയോഗങ്ങളുടെ ബാക്കി പത്രമാണിത്. ഒരു സംശയം വേണ്ട. കൂടെ നിന്നവരുടെ ചതിപ്രയോഗം മൂലം ഒന്നുമാകാൻ പറ്റാതെ അകാലത്തിൽ തീർന്നുപോയ പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരുടെ ശാപവും ഇതിന്റെ പിറകിലുണ്ട്. പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുകയും അതിന്റെ ഫലം കൊയ്യാൻ വേണ്ടി മാത്രം കളത്തിൽ വന്ന ചിലര് അത് കൊയ്തുകൊണ്ട് പോകുന്നത് നിസ്സഹായമായി കയ്യും കെട്ടി നോക്കി നിന്ന ഒരുപിടി പ്രവർത്തകരുടെ കണ്ണീരും ഇതിന്റെ പിന്നിലുണ്ട്. അതിന്റെ തനിയാവർത്തനമാണ് ഇപ്പോഴും നടക്കുന്നത്. പ്രവർത്തന മികവും പ്രൊഫഷണലിസവും സംഘടനാശേഷിയും കൊണ്ട് അടുത്ത 25 വർഷത്തേക്ക് ഭാരതം BJPക്ക് തീറെഴുതി കൊടുത്ത സ്ഥിതിക്ക് ഇനി ഡൽഹിയിൽ കാര്യമില്ലെന്ന് ബോധ്യമായതുകൊണ്ട് മാത്രമാണ് ഡൽഹി നായർ കേരളത്തിലേക്ക് വന്ന് കേരളക്കാരെയും കൂടി സഹായിക്കാമെന്ന് തീരുമാനിച്ചത്. അതിനെന്തും സഹിക്കാൻ ഈ മനുഷ്യൻ തയ്യാറാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത അതാരും തിരിച്ചറിയുന്നില്ല എന്നുള്ളത് കാണാതെ പോകരുത്. VD സതീശനോട് പല കാര്യങ്ങളിലും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. എങ്കിലും ഈ 5 കൊല്ലം പണിയെടുത്ത് ഇടതുമുന്നണിയെ താഴെ ഇറക്കി ഭരണം പിടിച്ചത് സതീശന്റെ ആത്മവിശ്വാസവും കൂട്ടായ പ്രവർത്തനവും ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുത്ത് ചേർത്ത് നിർത്തിയതുമൊക്കെയാണ്. 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പേ പ്രഖ്യാപിച്ചത് ജനങ്ങളിൽ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ സാധിച്ചിരുന്നു. അങ്ങനെ ജനങ്ങളുടെ വിശ്വാസം നേടിയത് പാർട്ടി പ്രവർത്തകരെ ചേർത്ത് പിടിച്ചും പ്രതീക്ഷ അറ്റുനിന്നവർക്ക് പ്രതീക്ഷ നൽകി തെരഞ്ഞെടുപ്പിനെ നേരിട്ട് 102 സീറ്റും മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ആ സ്ഥാനത്ത് കയറിയിരിക്കാൻ ഡൽഹിയിൽ നിന്ന് ആളെ ഇറക്കിയാൽ കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല, കോൺഗ്രസിന് വോട്ട് ചെയ്ത സാധാരണ ജനവും പ്രതികരിക്കേണ്ടി വരുമെന്ന കാര്യം കോൺഗ്രസ് നേതൃത്വത്തെ ഓർമ്മിപ്പിക്കുന്നു. സതീശൻ എന്താണ് ഒരു കുറവ്? കെ സി വേണുഗോപാലിനെ ഏൽപ്പിച്ചിരുന്ന ജോലി കൃത്യമായി ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് രാജ്യം കോൺഗ്രസ് ഭരിച്ചേനെ. വേണുഗോപാലിന്റെ പിടിപ്പുകേടും കയ്യിലിരിപ്പിന്റെ കുഴപ്പവും കൊണ്ട് മാത്രമാണ് കേന്ദ്രത്തിൽ ഭരണമില്ലാതെ പോയത് കോൺഗ്രസിന്. രാഹുൽ ഗാന്ധി വിഡ്ഢിത്തരങ്ങൾ ധാരാളം ചെയ്തു കൂട്ടുന്ന കൂട്ടത്തിലാണെന്നറിയാം. പക്ഷേ ഇങ്ങനെ ഒരു പമ്പര വിഡ്ഢിത്തരം ചെയ്യുവാൻ കൂട്ടുനിൽക്കുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ഘടകകക്ഷികളും VD സതീശന്റെ ആത്മവിശ്വാസത്തിന്റെ ബലത്തിലാണ് കൂടെ നിന്നതും പ്രവർത്തിച്ചതും ഈ സീറ്റുകൾ മുഴുവൻ നേടാൻ കാരണമായത്. അതുകൊണ്ട് തന്നെ അവർ പൂർണ്ണമായും സതീശനൊപ്പം തന്നെയാണ്. അവരറിയാവുന്ന ഭാഷയിൽ കോൺഗ്രസിനോട് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനിയും അത് കേൾക്കാൻ കോൺഗ്രസ് തയ്യാറാവുന്നില്ലെങ്കിൽ ആ കഷ്ടം എന്നല്ലാണ്ട് മറ്റൊന്നും പറയാനില്ല. കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വന്നാൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കും. 2 രീതിയിലുള്ള നഷ്ടമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. 2 ഉപതെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ട ധനനഷ്ടം. ജനങ്ങളുടെ പൈസ വെറുതെ കളയും. കേരളത്തിലെ ഏറ്റവും വലിയ കുടിയേറ്റ കർഷകരുടെ നാടായ കോൺഗ്രസിന്റെ ഉറച്ച സീറ്റായ ഇരിക്കൂറിൽ കെ സി വേണുഗോപാൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചാലും മാർക്സിസ്റ്റ് പാർട്ടി അടക്കമുള്ള മുഴുവൻ പേരും ചേർന്ന് തോൽവി ഉറപ്പാക്കും. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലനിൽപ്പിന്റെ ആവശ്യം കൂടിയാണ്. ഇന്ന് കോൺഗ്രസിന് ലഭ്യമായിരിക്കുന്ന ഈ മുഴുവൻ സൗഭാഗ്യങ്ങളുടെയും പിറകിലുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ ശക്തമായ വിയോജിപ്പാണെന്ന് കോൺഗ്രസിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. മാർക്സിസ്റ്റുകാർ മാർക്സിസ്റ്റ് പാർട്ടിക്ക് തീയിട്ടതിന്റെ ബാക്കി പത്രമാണ് നമ്മൾ കണ്ടത്. കേരളത്തിലെ 140 സീറ്റുകളിൽ 63 കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ 102 MLA മാരെ
പൂർണ്ണ മനസ്സോടെ കയ്യിൽ വെച്ച് കൊടുത്തപ്പോൾ അതിനു മുകളിൽ ഡൽഹിയിൽ നിന്ന് ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെട്ടിയിറക്കാൻ പാകത്തിന് എന്ത് അടിയന്തരാവസ്ഥയാണ് കേരളത്തിലുള്ളതെന്നുകൂടി ഹൈക്കമാൻഡ് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. കോൺഗ്രസിലെ MLA-മാരുടെ കാര്യമാണ് ഇതിൽ ഏറ്റവും കഷ്ടം. വിജയിച്ചവർക്ക് നന്ദി പറയാൻ മണ്ഡലങ്ങളിലൂടെ പോകാൻ പോലും പറ്റാത്ത അവസ്ഥയായി. ഇപ്പോഴെങ്ങാനും നന്ദി പറയാനെന്നും പറഞ്ഞാൽ ചെന്നാൽ ജനം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് പ്രവചിക്കാൻ കൂടി കഴിയില്ല.